തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പോളിംഗ് അല്പം മുമ്പ് അവസാനിച്ചു. ഇതുവരെ രേഖപ്പെടുത്തിയത് 74% പോളിംഗ് ആണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് ഇന്ന് നടന്നത്. ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള വിവരങ്ങളുമായി AK ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഈ തെക്കൻ ജില്ലകളെക്കാൾ വടക്കൻ ജില്ലകളിൽ രണ്ടാം ഘട്ടത്തിൽ വലിയ പോളിംഗ് ആണ്, കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അജിംഷാദ്, കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇത് ഒരു 5:45 കൂടിയൊക്കെ വന്ന കണക്കായിരിക്കും. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ച 74 എന്ന് പറയുന്നത് അതെന്തായാലും ഒരു 80%, 80-ന് മുകളിലേക്കോ വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ അവസാനം കണക്ക് വന്നതനുസരിച്ചാണെങ്കിൽ 78.31 കോഴിക്കോട് അവസാനം വന്ന കണക്ക്. അത് ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് രാത്രി പല സമയങ്ങളിലെ അപ്ഡേറ്റ് ചെയ്യും. നാളെ രാവിലെയോടുകൂടി മാത്രമായിരിക്കും ഒരു അന്തിമ കണക്ക് ഓരോ ജില്ലയിലേതും പുറത്തു വരിക. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ നിസ്സംശയം പറയാം, ഒരു കനത്ത പോളിംഗ് തന്നെയാണ് നടന്നത്. അവസാനം വന്ന 6:09 കണക്ക് പ്രകാരമാണെങ്കിൽ 78.31 കണക്ക്. അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ക്രമീകരിച്ചുള്ള കണക്കാണ്. അതേപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ അവസാനം വന്ന കണക്ക് പ്രകാരം 67.95 കഴിഞ്ഞ തവണത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെ കഴിഞ്ഞ തവണത്തിൽ നിന്നുള്ള പോളിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അന്തിമ കണക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാത്രി വൈകിയും നാളെ രാവിലെയും മാത്രമാണ് പുറത്തു വരിക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ കൃത്യമായി നമുക്ക് പറയണമെങ്കിൽ ആ അവസാന കണക്ക് കൂടി തന്നെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കനത്ത പോളിംഗ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായി. കാടിളക്കിയുള്ള പ്രചരണം കഴിഞ്ഞ ഒരു മാസത്തോളം മുന്നണികൾ നടത്തിയതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായി എന്ന് തന്നെ പറയാം. ഒപ്പം അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾ വലിയ സജീവമായ ഒരു പ്രചരണത്തിന് ഉപയോഗിച്ചു. അല്ലെങ്കിൽ ആ നിലയിൽ പരമാവധി ആളുകളെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രേരണയായി കഴിഞ്ഞ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് വന്നു എന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞു വന്നത് നഗരസഭകളിലെ കണക്കാണ്. നഗരസഭകളിൽ 80% മുകളിൽ വരുന്ന വോട്ടിംഗ് നടന്ന നഗരസഭ വരെ കോഴിക്കോട് ജില്ലയിലുണ്ട്. രാമനാട്ടുകരയിൽ 80.67 അവസാനം നമുക്ക് ലഭിച്ച കണക്ക്. അത് 6 മണിക്ക് മുമ്പായുള്ള കണക്കാണ്. കൊയിലാണ്ടിയിൽ 75, വടകരയിൽ 76.04, പയ്യോളിയിൽ 75.15, രാമനാട്ടുകര 80.67, ഫറൂഖിൽ 75.18, കൊടുവള്ളി 76.18, മുക്കത്ത് 78.33. എല്ലാ നഗരസഭകളിലും 7 നഗരസഭകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 7 നഗരസഭകളിലും 75% മുകളിലാണ് പോളിംഗ്. അത് രാമനാട്ടുകരയിൽ എത്തുമ്പോൾ അത് 80% മറികടക്കുന്ന. തീർച്ചയായും ഇനിയും പോളിംഗ് ശതമാനം ഉയരാനുള്ള സാഹചര്യമാണുള്ളത്. കോഴിക്കോട് എന്നുള്ള വിവരമാണ്. ഞാൻ ലതീഷ് തിരിച്ചെത്താം.